യുദ്ധ പശ്ചാത്തലത്തിൽ രാജ്യാന്തര എണ്ണവില കുതിക്കുന്നു. ക്രൂഡ് ഓയിൽ ബാരലിന് $100 മുകളിലാണ്. ഹോർമൂസ് അടഞ്ഞു കിടക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ US വ്യോമത്താവളങ്ങൾ അടച്ചുപൂട്ടിയില്ലെങ്കിൽ ആക്രമണം കടുപ്പിക്കുമെന്ന മുജ്തബ ഖമനയുടെ മുന്നറിയിപ്പ്. വിനീത വേണു തുടരുന്നുണ്ട്. വിനീത, ഇതിപ്പോൾ ആക്രമണം കടുപ്പിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഭീഷണി അത് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതേസമയം തന്നെ ഈ യുദ്ധ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വിലയൊക്കെ ഗണ്യമായി ഉയരുന്ന സാഹചര്യം അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നതാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനി അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ ഒരു പരസ്യ പ്രതികരണം എന്ന നിലയ്ക്ക് വരുന്നതും അതുതന്നെയാണ്. ഒപ്പം പശ്ചിമേഷ്യയിലെ US വ്യോമത്താവളങ്ങൾ അടച്ചുപൂട്ടണം, ഇല്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് മുജ്തബ ഖമനി നൽകുന്നത്. അതായത് ഇറാൻ നിലപാട് കടുപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇതോടുകൂടി ഏതായാലും ഈ ഹോർമൂസിലെ പ്രതിസന്ധി, കപ്പൽ നീക്കം നിലച്ചതോടുകൂടി ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇന്നിപ്പോൾ ബാരലിന് $100 മുകളിൽ എത്തിയിരിക്കുന്നു ക്രൂഡ് ഓയിലിന്റെ വില എന്നതാണ്. അമേരിക്കൻ ഓഹരി വിപണികളും തകർച്ചയിലാണ്. ലോകത്തുള്ള വ്യാപാര മേഖലയെ ആകെ ബാധിക്കുന്നു. പലയിടങ്ങളിലും നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഊർജ്ജ പ്രതിസന്ധി കാണുന്നുണ്ട്, പാചകവാതക പ്രതിസന്ധിയൊക്കെ കാണുന്നുണ്ട്. മിക്ക രാജ്യങ്ങളിലും ഇതേ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഹോർമൂസിന്റെ നീക്കം, ചരക്ക് നീക്കം സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ് ഈ ഘട്ടത്തിലും ഇറാൻ. അതോടൊപ്പം തന്നെ സമാന്തരമായി ഗൾഫ് മേഖലകളിൽ ആക്രമണം തുടരുന്നുണ്ട്. ബഹ്റൈനിൽ തുടർച്ചയായി സൈറൺ മുഴങ്ങി എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി വരികയാണ്. ലെബനനിൽ ഇതാ ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നുണ്ട്. 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു. ഇറാഖിൽ എണ്ണയുമായി പോയ US വിമാനം തകർന്നു വീണിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ ആക്രമണമല്ല, സാങ്കേതിക പിഴവാണെന്നാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്ന വിശദീകരണം. അതേതായാലും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ഊർജ്ജ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം എന്ന നിലയ്ക്ക് പോവുകയാണ്. വൈദ്യുത ശേഷി തകർക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. എങ്കിൽ മേഖലയിലെ വൈദ്യുത ഗ്രിഡുകളെ ആകെ ആക്രമിക്കുമെന്ന് ഇറാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, അതാണ് വിനീത വേണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ രൂക്ഷമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ക്രൂഡ് ഓയിൽ വില ഗണ്യമായി ഉയരുന്ന സാഹചര്യം ഇത് ലോകരാജ്യങ്ങളെല്ലാം ഒന്നടങ്കം ആശങ്കയിലായിരിക്കുകയാണ്.